ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 11 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഈശോ ഈ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യം പെട്ടെന്ന് വരാൻ പോകുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ വിശ്വസ്തതയിലൂടെ നാം അതിനായി ഒരുങ്ങണം എന്നാണ്. രാജപദവി സ്വീകരിക്കാൻ ദൂരദേശത്തേക്ക് പോകുന്ന പ്രഭുവിനെ പോലെയാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് ഓരോ ദാസന്മാർക്കും ഓരോ മിന വീതം നൽകി വ്യാപാരം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നമ്മളുടെ രൂപയോ ഡോളറായിട്ടോ ഒക്കെ ഇത് മിനായെ കണക്കാക്കാം. പഴയ കാലത്തെ ഒരു നാണയത്തിൻ്റെ ഒരു രൂപഭാവമാണ് മിന. ഇത് നമ്മിൽ ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളെയും കൃപാവരങ്ങളെയും അവസരങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. ഈ ദാനങ്ങൾ നാം എങ്ങനെ വിനിയോഗിക്കുന്നു, കർത്താവ് തന്ന ദാനങ്ങൾ നാം എങ്ങനെ വിനിയോഗിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ നിത്യരക്ഷ. സഹോദരങ്ങളെ, ഈ ഉപമ ഇന്നത്തെ ലോകത്തിലെ പാപചിന്തകൾക്കും ധാർമ്മിക വെല്ലുവിളികൾക്കും ശക്തമായ ഒരു മറുപടിയും കൂടിയാണ്. പലരും ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ദൈവത്തിൻ്റെ വരദാനങ്ങൾ ഉപയോഗിക്കാതെ ഭയപ്പെട്ട് കുഴിച്ചു മൂടിയിടുന്ന മൂന്നാമത്തെ ദാസനെ പോലെയാണ് ഈ ഉപമയിൽ പല ക്രിസ്ത്യാനികളും നാം ഉൾപ്പെടെ ഇന്ന് ജീവിക്കുന്നത്. യജമാനൻ കഠിനഹൃദയനാണ് എന്ന ചിന്തയിൽ ദൈവത്തിൻ്റെ കരുണയെയും നീതിയെയും തെറ്റിദ്ധരിച്ച് ദൈവത്തിൻ്റെ സംവിധാനങ്ങളെ പുച്ഛിച്ച് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയല്ലേ നാം ഓരോരുത്തരും. സ്വന്തം സുഖത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി മാത്രം ജീവിച്ച് ജഡിക മോഹങ്ങളിൽ ലൗകികതയിൽ കഴിഞ്ഞ് ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ കഴിയുകയല്ലേ ഞാനും നിങ്ങളും. ഈ നിസ്സംഗതയും ഭയവും ആധുനിക ലോകം നേരിടുന്ന വലിയ പാപങ്ങളാണ്. എന്നാൽ യജമാനൻ തിരികെ വരുന്ന ഒരു ദിവസമുണ്ട്, അത് നിശ്ചയം തന്നെ. ഈശോയുടെ രണ്ടാം വരവിനായി നാം ഒരുങ്ങിയിരിക്കണം എന്ന സന്ദേശം ഈ ഉപമ നമുക്ക് നൽകുന്നുണ്ട്. വിശ്വസ്തരായ ദാസന്മാർക്ക് ലഭിച്ച പ്രതിഫലം നമുക്ക് പ്രത്യാശ നൽകുന്നു. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും സന്തോഷവും ലഭിച്ചു എന്നും നാം ഈ ഉപമയിൽ വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ ദൈവഹിതം നിറവേറ്റിയാൽ സ്വർഗത്തിൽ നമുക്ക് മഹത്തായ സമ്മാനങ്ങൾ ലഭിക്കും. അതുകൊണ്ട് ഭയപ്പെടാതെ ദൈവം നൽകിയ കഴിവുകൾ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി നമുക്ക് വിനിയോഗിക്കാം. നമ്മുടെ കർത്താവ് കരുണാമയനാണ്, അവിടുന്ന് നമ്മെ കൈവിടില്ല. അതിനാൽ പ്രത്യാശയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ രണ്ടാം വരവിനായി നമുക്ക് കാത്തിരിക്കാം.